നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളൊട്ടും വിചാരിക്കാത്ത വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട് നമ്മുടെ ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പ്രണയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനോഹരമായ പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ഹാർട്ട് ലൈൻ എപ്പിസോഡ് 1. ആൻഡ് ഇത് വെറും ഒരു സാങ്കല്പിക കഥയല്ല, എൻ്റെ അടുത്ത സുഹൃത്തിന് നടന്ന ഒരു റിയൽ ലവ് സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സിനിമകളെ പോലെ വലിയ ഡ്രാമകളൊന്നുമില്ലെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന ഒന്നായിരിക്കും ഇത്. ഇതുപോലെ നിങ്ങളുടെ പ്രണയ കഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കഥയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ അനുഭവത്തോടെ തന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താണ് അത് ഞാൻ ഇതുപോലൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ അകത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ അത് വേണ്ടെന്ന് വിചാരിച്ചു. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ കൊണ്ടുവരുന്ന സാധനമാണ്, ഈ വിധി എന്നൊക്കെ പറയൂലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നാച്ചുറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തത്. സോ അങ്ങനെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ കഥയിലേക്ക് പോകാം. സോ അങ്ങനെ നായികയും നായികയുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി തൻ്റെ നാട്ടിലെ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന റൂട്ടാണ്. ട്രെയിനിലാണ് പോകുന്നത്. സോ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്, എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. ഒരു പ്ലാനും ചെയ്യാതെ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ അവർ ബോട്ട് സാങ്ച്വറിയിലേക്ക് വച്ച് പിടിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ബോട്ട് എടുക്കണമെങ്കിൽ കുറഞ്ഞത് 8 പേരെങ്കിലും വേണമെന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ ഇപ്പോൾ ആരൊക്കെ 2 പേര് മാത്രം, നമ്മുടെ നായികയും നമ്മുടെ നായികയുടെ ബെസ്റ്റ് ഫ്രണ്ടും മാത്രം. അങ്ങനെ കൂട്ടിന് ആളിനെ നോക്കി നിന്നപ്പോഴാണ് ഭാഗ്യത്തിന് വേറെ 2 പേരെ കൂടെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ 4 പേരായി. അതേസമയം നമ്മുടെ കഥയിലെ നായകൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അടങ്ങുന്ന 4 പേരുമായി അവിടെ യാത്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. വിധി ഒപ്പിച്ചു വെച്ച ഒത്തുചേരൽ എന്ന് പറയുന്നത് പോലെ ഈ 2 ഗ്രൂപ്പും കൂടെ ചേർന്നപ്പോൾ ബോട്ട് എടുക്കാൻ വേണ്ടിയുള്ള 8 പേരായി മാറി. അങ്ങനെ നമ്മുടെ നായികയും ഫ്രണ്ട്സും ബോട്ടിന്റെ ബാക്കിലായിട്ടും നമ്മുടെ നായകനും ഫ്രണ്ട്സും ബോട്ടിന്റെ ഫ്രണ്ടിലായിട്ടുമാണ് ഇരുന്നത്. നമ്മുടെ നായികയാണെങ്കിൽ പുറത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ നായകൻ ആദ്യമായി നമ്മുടെ നായികയെ കാണുന്നത്. കണ്ട ആദ്യ സെക്കൻഡിൽ തന്നെ അവൾ എൻ്റെ പെണ്ണാണെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. പക്ഷെ പാവം നമ്മുടെ നായിക ഇതൊന്നും അറിഞ്ഞിരുന്നില്ലായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഫോണും നോക്കി വീഡിയോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പേരൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് കമ്പനിയായി തുടങ്ങി. ബോട്ടിന്റെ മുൻവശത്ത് ചെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളും ഫ്രണ്ടും കൂടെ, നായിക ഫ്രണ്ടും കൂടെ അങ്ങോട്ടേക്ക് പോയി. നായകന്റെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോണിലാണ് നായകന്റെ ഫ്രണ്ട് ഫോട്ടോ എടുത്ത് കൊടുത്തത്. ആ സമയത്തൊക്കെ നായകന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. അവൾ എങ്ങോട്ട് പോയാലും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ നായിക ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒടുവിൽ യാത്ര കഴിഞ്ഞ് പിരിയാൻ നേരത്ത് നായകൻ ആസ് യൂഷ്വൽ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. എന്തിനാണെന്ന് നമുക്ക് അറിയാലോ. അവസാനം അതെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം നായകന്റെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു മെസ്സേജ് ഇട്ടത്. സാധാരണ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് കോൺവെർസേഷനൊക്കെ സ്റ്റാർട്ടായത്. ഒരുപാട് നാൾ അങ്ങനെ ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ അവർ ചാറ്റ് ചെയ്തു. ആ സംസാരത്തിലൂടെ അവൻ എത്രത്തോളം മാന്യനാണെന്നും പുള്ളിയുടെ സ്വഭാവം എത്രത്തോളം ജെന്യൂൻ ആണെന്നും അവൾ മനസ്സിലാക്കി. എങ്കിലും നായകൻ തന്റെ പ്രണയം ഔദ്യോഗികമായി തുറന്നു പറഞ്ഞപ്പോൾ ആദ്യമായി നമ്മുടെ നായിക മറുപടി കൊടുത്തത് നോ എന്നായിരുന്നു. പെട്ടെന്ന് ഒരു റിലേഷനിൽ പോകാനുള്ള പേടിയോ മടിയോ കാരണമായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ നായകൻ അവിടെ നിന്ന് പിന്മാറിയില്ല. ഒരുപാട് നാളത്തെ കെയറിങ്ങും മെസ്സേജുകളും പുള്ളിയുടെ ഒരു ആത്മാർത്ഥതയും കണ്ടറിഞ്ഞപ്പോൾ പതിയെ പതിയെ നമ്മുടെ നായികയുടെ മനസ്സും മാറി തുടങ്ങി. തന്നോട് ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ ഒരിക്കലും അവളെ ഒറ്റയ്ക്കാക്കില്ലെന്നും വിട്ടുപോകില്ലെന്നും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നോ മനോഹരമായ ഒരു എസിലേക്ക് മാറുകയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധാരണ ട്രെയിൻ യാത്രയിൽ തുടങ്ങി ബോട്ട് യാത്രയിൽ മുട്ടിട്ട ആ പ്രണയം ഇന്ന് 3 വർഷം കടന്നിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടുള്ളതിൽ വച്ചും അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും നല്ല മനുഷ്യനോടൊപ്പമുള്ള മനോഹരമായ ഒരു സക്സസ് ലവ് ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്കുള്ള ആൾ ആരാണോ വിധി അവരെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മളുടെ മുൻപിൽ കൊണ്ട് എത്തിക്കും. When destiny writes your love story, unforgettable journey leads to unforgettable forever. Thank you.